പെൺകുട്ടികളുടെ HSS വിഭാഗം മിമിക്രിയിൽ വ്യത്യസ്ത ശബ്ദങ്ങൾ അനുകരിച്ച് സദസ്സിൻ്റെ കയ്യടി മേടിച്ചിരിക്കുകയാണ് ആദിത്യ. ഭാവന, വൈക്കം വിജയലക്ഷ്മി, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള നാഗസൈരന്ധ്രയുടെ ശബ്ദം, ഇതൊക്കെ അവതരിപ്പിച്ചാണ് ആദിത്യ സദസ്സിന് മുഴുവൻ കയ്യടി ഏറ്റുവാങ്ങിയത്. ഏതൊക്കെയായിരുന്നു പ്രധാനമായിട്ട് അവതരിപ്പിച്ചത്? പ്രധാനമായിട്ടും നവ്യ നായർ, ഭാവന, പിന്നെ ഇപ്പോൾ ബാബുസ്വാമി ട്രെൻഡ്. ഭാവനയുടെ ശബ്ദം നമുക്ക് വേണ്ടി അവതരിപ്പിക്കാം. സബാന എനിക്കിത് ഇഷ്ടമാണോ? ചിലപ്പോഴൊക്കെ നോട്ടത്തിലും ഭാഗത്തിലും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തൊരു സ്പാർക്ക് ഉള്ളത് പോലെ കേട്ടോ. ഓക്കെ, കൊള്ളാം കൊള്ളാം. അടുത്ത നമ്മുടെ മാസ്റ്റർ പീസ് ഏതാ? പിന്നെ നവ്യ നായർ. പൊട്ടം മരിച്ചു തോന്നിയപ്പോ ഇങ്ങിട്ടാവുന്നത് എന്തിനായിരുന്നു ഈ പാമ്പണിനെ കൊണ്ട് ഇങ്ങനൊരു സ്വപ്നം കാണിച്ചത്? കണ്ണീര് കാണാനോ ആണോ? കൊള്ളാം. അടുത്തത് നമ്മൾ അവതരിപ്പിച്ച നാഗസൈരന്ധ്രയുടെ ശബ്ദം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അതിന് നല്ല കൈഡി കിട്ടി. അതൊന്ന് നമുക്ക് വേണ്ടി അവതരിപ്പിക്കും. ബാബുസ്വാമി, എനിക്ക് വളരെ കാലമായി ബാബുസ്വാമി അറിയാം. പിന്നെ ബാബുസ്വാമി മനോഹരമായി നൃത്തം ചെയ്യും. മനോഹരമായി ബാബുസ്വാമി നൃത്തം ചെയ്യും. പിന്നെ എൻ്റെ ബാബുസ്വാമി. കാസർഗോഡ് പരവനടുക്കം GMR HSS ഫോർ ഗേൾസിലെ +1 വിദ്യാർത്ഥിനിയാണ് ആദിത്യ. ആദിത്യയുടെ അധ്യാപകൻ പ്രസാദാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രസാദ് ആദിത്യയെക്കുറിച്ച് സംസാരിക്കും. നമസ്കാരം. ഇത് ഞങ്ങളുടെ നല്ലൊരു മോളാണ്. ഈ തവണ മിമിക്രിക്ക് വേണ്ടി ഞങ്ങളുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് സ്റ്റേറ്റ് കലോത്സവത്തിന് വന്നിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ സർഗോത്സവം കഴിഞ്ഞ് MR സ്കൂളുകളുടെ സർഗോത്സവം കഴിഞ്ഞ് ഓവറോൾ ചാമ്പ്യൻഷിപ്പൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ സ്കൂളിലേക്ക് വന്നേ ഉള്ളൂ. അതിൻ്റെ പുറകെയാണ് മോളെയും കൊണ്ട് ഞങ്ങൾ സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. എത്ര നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മിമിക്രി? അവിടുത്തെ ഒരു സിസ്റ്റം, കുട്ടികൾ എല്ലാവരും താമസിച്ച് പഠിക്കുന്ന കുട്ടികളാണ്. എപ്പോഴും ഫുൾ ആക്റ്റീവാണ് സ്കൂൾ ക്യാമ്പസ്. കലാപരമായിട്ടും കായികപരമായിട്ടൊക്കെ ഞങ്ങൾ തന്നെയാണ് ഓവറോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഞങ്ങൾ കലാപരമായിട്ടും മറ്റ് സ്കൂളിലെ പഠന കാര്യങ്ങളും ഒക്കെ ഫുള്ളി ആക്റ്റീവാണ് ക്ലാസ്, സ്കൂൾ ക്യാമ്പസ്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കലോത്സവങ്ങളോട് അനുബന്ധിച്ചുള്ള ഒരു സമയം അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ച് കുട്ടികളെ അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യിച്ച് ഓരോരോ വിഭാഗങ്ങൾ, മിമിക്രി, സംഗാനം, ഡാൻസ്, അതിനൊക്കെ നല്ല കുട്ടികളാണ് ഇവിടെ ഉള്ളത്.